ഇങ്ങനെ ഇരിക്കണ നോക്കണ്ട. അന്ന് കാലത്ത് ഞാൻ സിൽക്കായിരുന്നു. രാത്രിയിൽ ആൾക്കാരുടെ ഉറക്കം കിടന്ന നിശാസുന്ദരി എന്ന് പറഞ്ഞ അന്ന് ഭീഷണി പേപ്പറിൽ എൻ്റെ ഫോട്ടോ വന്നതാ. എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് സാരി ഉടുത്ത് ഈ റോട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മാവിൻ്റെ മോനുണ്ടായിരുന്നു, സെക്സ് ചെയ്യാൻ എന്നോട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് എന്തൊക്കെ ചെയ്തത് എനിക്കറിയത്തില്ല. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ അവൻ ചോരയൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത്. നമുക്കിഷ്ടമുള്ളവരോടല്ലേ നമ്മൾ ഇപ്പോഴും. സെക്സ് വർക്ക് ഒരു ജോലിയല്ല. ഈ സെക്സ് വർക്ക് നടക്കുന്ന ആൾക്കാർ പകലിറങ്ങി നടക്കണുണ്ടോ? രാത്രി ആകുമ്പോൾ കുറേ മേക്കപ്പ് ഇട്ടും കുറേ ഡ്രസ്സും ചെയ്ത് നിൽക്കുന്നതല്ല. എല്ലാവരും ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബ്രസ്റ്റും വെച്ച് താഴെ എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് പെണ്ണാവുമോ? ഞാൻ ചോദിക്കാം, അങ്ങനെ പെണ്ണാവുമോ? പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസവിക്കണം, അല്ലെങ്കിൽ അവർ മെൻസസ് ആകണം. ഇതാണ് പെണ്ണ്. കുറേ മാറ് വെച്ചെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ താഴെ ഓപ്പറേഷൻ ചെയ്തെന്ന് വെച്ചാൽ അത് പെണ്ണായിട്ട് അംഗീകരിക്കും. ഞാൻ അംഗീകരിക്കില്ല. കുറേ കളിയാക്കലും പരിഹാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ വകവെച്ചില്ല. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ നടന്നു. ഞാൻ സർക്കസിൽ പോകാന്ന് പറഞ്ഞല്ലോ ചെറുതിലെ, അവിടെ വെച്ചിട്ട് സെക്ഷലി വല്ല അബ്യൂസോ കാര്യങ്ങളോ? എൻ്റെ ആദ്യത്തെ പ്രണയം അവിടെയായിരുന്നു. 10 വയസ്സിൽ എന്നെ പ്രണയിച്ചത് ഒരുത്തനുണ്ട്. പേര് പറയണത് ശരിയല്ലല്ലോ, അവരൊക്കെ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ. എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയിട്ട് അവിടെയുള്ള കുറേ ചെക്കന്മാർ കൂടി എൻ്റെ തുണിയെല്ലാം അഴിച്ച് ഞാൻ വെറും ഷഡ്ഡിയിൽ ഒരു ഈ 10-25 കിലോമീറ്റർ നടന്നാണ് എൻ്റെ വീട്ടിൽ വന്നത്. രാത്രിയിൽ വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് ഇവർ ഒരു 5-6 പേര് വന്ന് എന്നെ കയറി പിടിച്ചത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. വേഷം ഇടുന്ന ആൾക്കാരെ പുറത്തേക്ക് കാണിക്കില്ല. കാണിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ കാണാൻ തന്നെ അവർക്ക് അത് ഇങ്ങനെയാണെന്നുള്ള കാണുമ്പോൾ ഒരു ഇതല്ലേ. അതുകൊണ്ട് നമ്മളെ പുറത്തേക്ക് ഒന്നും അയക്കത്തില്ലായിരുന്നു. ആ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു ഓടണമായിരുന്നു. എന്നോടൊപ്പം ഉള്ളത് ട്രാൻസ്ജെൻഡർ ശാന്തി വാസുദേവാണ്. നമസ്കാരം. നമസ്കാരം ചേച്ചി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു ഇത് കണ്ടിരുന്നു. ചേച്ചിയുടെ ഒരു സ്റ്റോറിയിലൊരു റിപ്ലൈ കമൻ്റാണ്. അതായത് ചേച്ചി പണ്ട് സൈക്കിളജ്ഞം, അതായത് സൈക്കിളജ്ഞം പോലുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ജീവിതം, അതായത് ചെറുത് പ്രായം മുതലേ ജീവിച്ചത്. ഒരിക്കലും മറ്റുള്ള വർക്കിനൊന്നും പോയിട്ടില്ല, അതായത് പണിയെടുത്താണ് ജീവിച്ചതെന്നും പറഞ്ഞൊരു ഇത് ഞാൻ കണ്ടിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ വളരെ ചെറുതിലെയാണ് ഞങ്ങളുടെ നാട്ടിലിങ്ങനെ എന്താ തെരുവ് സർക്കസ് എന്നാണെന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത്. അതിലിങ്ങനെ ആൺവേഷം കെട്ടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ആളുകളെ ആദ്യമായിട്ട് ഈ ആണുങ്ങൾ പെൺവേഷം കിട്ടുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ചേച്ചി ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ വന്നു. ശരിക്കും ചേച്ചി അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ട്രാൻസ്ജെൻഡർ ആയതാണോ അതോ എങ്ങനെയായിരുന്നു? 10 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു പെണ്ണുങ്ങളുടെ ശൈലി തന്നെയായിരുന്നു. പക്ഷേ 10 വയസ്സായപ്പോഴാണ് ഞാൻ, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പെരുമ്പിള്ളിലാണ്. ഞങ്ങൾ 5 മക്കളാണ്, അതിൽ 4ാമത്തതാണ് ഞാൻ. ആ 10 വയസ്സ് വരെ എൻ്റെ ഏച്ചിലോട് തന്നെയാണ് ജീവിച്ചത്. അപ്പം അന്ന് മുതലേ ഞാൻ ഈ പെണ്ണിനോടുള്ള അന്നൊന്നും ഡ്രസ്സ്, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഒറ്റയായി. ചേച്ചിൻ്റെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയായപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ നാട്ടിൽ സൈക്കിൾ പരിപാടി എന്ന് പറയും, സൈക്കിൾ യജ്ഞം എന്ന് പറയും. പണ്ട് അത് സൈക്കിൾ യജ്ഞം എന്ന് പറയും, ഇപ്പോഴാണ് തെരുവ് ഡാൻസ് എന്നൊക്കെ പറയും. അപ്പം അത് ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഞാനത് കാണാൻ പോയതാണ്. അത് കാണാൻ പോയപ്പോഴത്തേക്കും അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞ്, ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർ പറഞ്ഞു, പ്രോഗ്രാം തീരുന്ന ദിവസം എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകും, വേറെ സ്ഥലത്തേക്ക് പോകും, താല്പര്യമുണ്ടെങ്കിൽ പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആരും അറിയാതെ, എൻ്റെ വീട്ടുകാരും ആരും അറിയാതെ ഞാൻ രാത്രിയിൽ ഇറങ്ങി അവരുടെ കൂടെ പോയി. അപ്പോൾ വീട്ടുകാർ അന്വേഷിച്ചൊന്നുമില്ലേ? അന്ന് നമ്മളിതുപോലെ പേപ്പറോ അല്ലെങ്കിൽ TV യോ അങ്ങനെ പരസ്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇത് കാലം എനിക്കിപ്പോൾ 50 വയസ്സായില്ലേ. അപ്പോൾ 10 വയസ്സിൽ നോക്കുക, 40 കൊല്ലത്തിന് പുറകിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അന്ന് ഇതൊന്നും ഇല്ലല്ലോ. എനിക്ക് അത്രയ്ക്കുള്ള, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഠിപ്പൊന്നും എനിക്ക് കുറവാണ്. അപ്പം എനിക്ക് അതിനുള്ള ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം മറന്നുപോയി. പിന്നെ നമ്മൾ പെണ്ണായിട്ട് ജീവിക്കുകയല്ലേ, അത് ഭയങ്കര സന്തോഷമായിരുന്നു ആ പെണ്ണായിട്ട് ജീവിക്കുന്നത്. പക്ഷേ 5 കൊല്ലം ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ പറഞ്ഞയക്കില്ല, വീട് എവിടെയാണെന്ന് അറിയില്ല, നാട് എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയാൻ മേലാതെയായി പോയി 5 വർഷം കൊണ്ട്. അങ്ങനെയാണ് വീണ്ടും ഞാൻ ചോറ്റാനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് കളിക്കാൻ ചെല്ലുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഇവരുടെ കൂടെ പോയി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ, 10 വയസ്സ്, ഇപ്പൊ ഒരു കൊച്ചാണ്. അതെ. സൈക്കിൾ യജ്ഞത്തിന് വേണ്ടിയിട്ട് സൈക്കിളെ ചവിട്ടിക്കൊണ്ട് നടക്കും. ഡാൻസ് ആയിരുന്നു, ഡാൻസ് വേഷത്തിൽ ഡാൻസ് ചെയ്യുക. അപ്പൊ ആ വേഷമൊക്കെ അവര് തന്നെ തരും. അപ്പൊ ആ സമയത്ത് മാത്രം നടന്നാൽ മതിയോ അതോ? ഇല്ല, ആ സമയത്ത് അന്ന് നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്ന പ്രായമല്ലേ. അത് കാരണം അന്ന് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിക്കറല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ നിക്കർ ഉപയോഗിച്ചാലും നമ്മൾ ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ശൈലിയിൽ തന്നെ നമ്മൾ നടക്കുക. നമ്മൾ അന്നൊന്നും പുറത്തേക്ക് ആരെയും കാണിക്കില്ല.
ഓ ഈ വേഷം ഇടുന്ന ആൾക്കാരെ പുറത്തേക്ക് കാണിക്കത്തില്ല. കാണിക്കില്ല. ആ അപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ കാണാൻ തന്നെ അവർക്ക് അത് ഇങ്ങനെയാണെന്നുള്ള കാണുമ്പോൾ ഒരു ഇതല്ലേ. ഓ അതുകൊണ്ട് നമ്മളെ പുറത്തേക്ക് ഒന്നും അയക്കത്തില്ലായിരുന്നു. ആ ആ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു കൂടണമായിരുന്നു. ആ അവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 5 വർഷം നിന്നിട്ട് 5 പൈസ നമുക്കന്ന് പൈസ കിട്ടുന്നതൊന്നും നമുക്കറിയാം. എനിക്ക് തന്നെ ഡാൻസ് ചെയ്യണം, ഇത് ചിരിക്കണം, കളിക്കണം, ആ ഒരൊറ്റ വിചാരമുള്ളൂ. അല്ല പൈസ കിട്ടണതാണോ ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. ആൾക്കാരെ അറിയാമോ? കന്നിക്കുഴി ജോർജ് എന്ന് പറയും. അന്ന് ഞാൻ പോയ കന്നിക്കുഴി ജോർജ്, ശശി എടപ്പള്ളി, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇരുമ്പനം മണി, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരെ എനിക്ക് അറിയാവുള്ളൂ, ഓർമ്മയുള്ളൂ. അവിടെ പെണ്ണുങ്ങളെ ഇല്ല, പെണ്ണുങ്ങളില്ല. അന്ന് പെണ്ണുങ്ങളൊന്നും ഈ കലാരംഗത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ. അന്ന് വേഷക്കാരും വേഷക്കാരും ചുരുക്കാണ്. സ്ത്രീ വേഷം കിട്ടും. ഞാനത് പറയാൻ കാരണം എൻ്റെ ചെറുതിലെന്ന് പറയുമ്പോൾ ഒരു 96, 97 കാലഘട്ടത്തിൽ, 95, 96, 97 കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഈ സൈക്കിളജ്ഞം, അതിനങ്ങനെയാണ് സൈക്കിളജ്ഞം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകലൊക്കെ അവർ നടക്കുമ്പോൾ ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു മൈതാനത്താണ്, ഒരു മൈതാനത്ത് ഒരു കുഴി കുത്തിയിട്ട് അതിൻ്റെ 4 ട്യൂബ് വെച്ച് കെട്ടി മൈക്കൊക്കെ വെച്ച് വെറും ഒരു ഷെഡ് ഉണ്ടാവുള്ളൂ. സ്റ്റേജൊന്നും ഇല്ല അന്ന്. നമ്മൾ തറയിൽ നിന്നാണ് ഡാൻസ് ചെയ്യുന്നത്. ആ ട്യൂബിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത്. അല്ലാതെ സ്റ്റേജോ കളർ ലൈറ്റോ അന്നൊന്നും ഇല്ലാതെ നമ്മളവിടെ നിന്ന് ഡാൻസ് കളിക്കും. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു ചേട്ടൻ അങ്ങനെ പെൺവേഷം കിട്ടും. അപ്പോൾ പുള്ളീനെ പെൺവേഷം കിട്ടിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇന്ന ആളാണെന്ന്. ഇപ്പം പറഞ്ഞ പോലെ എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പെൺവേഷം കെട്ടി പകല് നമ്മൾ അവരുടെ അകത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ ഫുഡൊക്കെ അവിടെ തന്നെ ശരിയാക്കുവാണ്. എന്നാ ഫുഡ് തന്നെതാ. രാവിലെ ഒരു കഷ്ണം പുട്ട്, ഒരു പാലും വെള്ളം തരും. കടയിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയും കടക്കാരനോട് വയറ് നിറച്ച് കൊടുത്തോളാൻ പറയും. പക്ഷേ അയാൾ അകത്ത് ചെന്നിട്ട് പറയും ഒരു കഷ്ണം പുട്ട്, ഒരു പാലും വെള്ളം. ഞാൻ ചായ, കാപ്പി, ബീഡി, സിഗരറ്റ്, മുറുക്കാൻ അങ്ങനെയുള്ള സാധനം ചെറുപ്പം മുതലേ ഉപയോഗിക്കാറില്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു പാലും വെള്ളം കൊടുത്തേക്ക്, ഒരു കഷ്ണം പുട്ടും കൊടുത്തേക്ക്. അതുകൊണ്ട് നമ്മൾ ചെറുപ്പമാണെങ്കിലും നമുക്ക് അതുകൊണ്ട് വിശപ്പടങ്ങുമോ. പിന്നെ ഉച്ചയ്ക്ക് അവർ തരുന്നത് എന്തെങ്കിലും പയറോ പരിപ്പോ എന്തെങ്കിലും ഒന്ന് കുത്തി കലക്കിയിട്ട് ഇത്തിരി ചോറും. രാത്രിയിലാകുമ്പോൾ അത് തന്നെ കഞ്ഞിയാക്കും. ആ കഞ്ഞി കുടിച്ചിട്ട് കിടക്കണം. പിന്നെ പിറ്റേ ദിവസമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഒരാളോട് മിണ്ടാൻ പാടില്ല, ഒരാളോട് സംസാരിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെയൊക്കെ ഭയങ്കര പീഡനമായിരുന്നു അതിനകത്ത്. 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചോറ്റാനിക്കര എൻ്റെ മൂത്ത ചേച്ചീനെ കെട്ടിച്ചേക്കണ വീട് ചോറ്റാനിക്കരയാണ്. അപ്പം അന്ന് എനിക്ക് ഈ മുഖത്തെ ഈ പാടുണ്ടായിരുന്നു, വീണ ഈ പാടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് കളിക്കാൻ ചെന്നപ്പം ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ചേച്ചി കണ്ടപ്പോൾ എന്നോട് അത് ഞങ്ങളുടെ കൊച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി, അന്ന് ബസ്സൊന്നും ഇല്ലല്ലോ, അന്നെന്താ കൂട്ട് ബസ്സൊന്നുമില്ല. എൻ്റെ വീട്ടിലേക്ക് അറിയിച്ച്, അന്ന് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാർ വന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അല്ല, ഈ ഡാൻസോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണോ ശരിക്കും ഒളിച്ചോടി പോയത്? ഡാൻസ് ഞാൻ ഇത് പെണ്ണുങ്ങളെ പോലെയാണല്ലോ. ചേച്ചി പോയല്ലോ, ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും കൂട്ടില്ലല്ലോ. ചേട്ടന്മാരോടൊന്നും ഞാൻ അങ്ങനെ മിണ്ടാറൊന്നുമില്ല, ചേട്ടന്മാരുണ്ടെങ്കിലും മിണ്ടാറൊന്നുമില്ല. ചേച്ചിയോട് മാത്രമാണ് എല്ലാം പറയുകയും ചേച്ചിയുടെ കൂടെയാണ് ഇരിക്കണതും കിടക്കണതും നടക്കണതും ഒക്കെ ചേച്ചിയുടെ കൂടെയാണ്. ചേച്ചിയാണ് എൻ്റെ എല്ലാം. അപ്പം ചേച്ചി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് ആരുമില്ല ഒന്ന് പറയാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാനോ ഒന്നും ആരും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ അവർ പറഞ്ഞപ്പോൾ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ പോയാണ്. തിരിച്ചു വന്നതിന് ശേഷം തിരിച്ചു വന്നത് ഞാൻ ഇങ്ങനെ ചോറ്റാനിക്കര കളിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി കണ്ടു. ചേച്ചി കണ്ടിട്ട് വീട്ടിൽ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ കൂടി വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പെണ്ണായ മുടിയൊക്കെ വളർത്തി പിന്നെ പെണ്ണിൻ്റെ രീതിയിൽ നടക്കുള്ളൂ. ഞാൻ ആണുങ്ങളോടൊന്നും സംസാരിക്കാമല്ലോ. അങ്ങനെ ആയപ്പോഴത്തേക്കും വേറെ എന്ത് പണിക്ക് പോകാനാണെന്നോ എന്ത് പണിക്ക് അയക്കാനാണെന്നോ പിന്നെ ഞാൻ എല്ലാ പണിക്കും പോകുമായിരുന്നു. പാടത്ത് പണിക്ക്, ഞാറ് നടാൻ, കൊയ്യാൻ, കളവലിക്കാൻ. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ദിവസം ഞാനും അമ്മയും കൂടി ഇരുന്ന് പാ നെയ്തിട്ട് അത് കച്ചവടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം പിന്നെയും എന്നെ വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താ ജോലി ചെയ്യാമെന്ന് ഓർത്തപ്പോൾ അങ്ങനെ എന്നെ മൂവാറ്റുപുഴ ഒരു മുതലാളിയുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് കൊണ്ട് നിർത്തി. അന്ന് ഞാനിങ്ങനെ തന്നെ നടക്കുന്ന കേട്ടോ, പെണ്ണുങ്ങളെ കൂട്ടാൻ ആണുങ്ങളോടൊന്നും. സാരി ഒന്നും കൊടുക്കാൻ അന്ന് നമുക്ക് അനുവാദം ഇല്ലല്ലോ. അന്ന് മുണ്ട് ഷർട്ടും തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് 10-15 വയസ്സായപ്പോൾ പിന്നെ മുണ്ട് ഷർട്ടിലായി. പിന്നെ മുണ്ട് ഷർട്ട് എന്നാലും മുണ്ട് മടക്കി കുത്തുമോ, അല്ലെങ്കിൽ ആ മുണ്ടിൻ്റെ അടിയിൽ എന്നാലും പാവാട കൊടുക്കും ഞാൻ. അന്ന് ഞാൻ അടിയിൽ പാവാട കൊടുത്തിട്ട് മുണ്ട് എത്ര മഴ വന്നാലും കാറ്റ് വന്നാലും ഞാൻ മുണ്ട് മടക്കി കുത്തി നടന്നിട്ടില്ല. മുണ്ടഴിച്ചിട്ടേ നടക്കാറുള്ളൂ. അന്ന് കുറേ കളിയാക്കലും പരിഹാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ വകവെച്ചില്ല. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ നടന്നു ഞാനവിടെ. അങ്ങനെയാണ് മൂവാറ്റുപുഴ. ഈ പറയുന്ന സർക്കസിൽ പോയെന്ന് പറഞ്ഞല്ലോ ചെറുതിലെ, അവിടെ വെച്ചിട്ട് സെക്ഷലി വല്ല അബ്യൂസോ കാര്യങ്ങളോ? എൻ്റെ ആദ്യത്തെ പ്രണയം അവിടെയായിരുന്നു, സൈക്കിളയജ്ഞത്തിലായിരുന്നു. ചെറുതിലെ 10 വയസ്സിൽ എന്നെ പ്രണയിച്ചത് ഒരുത്തനുണ്ട്.
പേര് പറയണത് ശരിയല്ലല്ലോ, അവരൊക്കെ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ. അവനുമായിട്ട് ഞാൻ 5 വർഷം അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴക്കാലമായപ്പോൾ ഈ പരിപാടി നിന്ന് പോകുമല്ലോ, മഴക്കാലത്ത് നടത്തില്ല. അപ്പോൾ ആ മഴക്കാലത്ത് ഞങ്ങൾ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കാറ്. അപ്പോൾ വീട്ടിലേക്ക് പോരാനായിട്ട് ഇന്നപ്പോഴത്തേക്കും അവിടെ വേറൊരു വലിയ സർക്കസുകാർ കളിക്കുന്നുണ്ടായിരുന്നു, ടിക്കറ്റ് വെച്ച ഷോ ആയിരുന്നു. അപ്പോൾ അവർക്ക് മഴയായിരുന്നു, അവർ നിർത്തി വെച്ച കാരണം അവരും പബ്ലിക്ക് കളിക്കുമായിരുന്നു. അപ്പം ഞാനും ഇയാളും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു സ്ത്രീവേഷക്കാരെ വേണ്ട, അവിടെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അത് കാരണം സ്ത്രീവേഷക്കാർ വേണ്ട, അയാളോട് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ നിന്നു. എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി നിന്നോ, ഞാൻ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ വന്നോളാം, നിന്നെ വന്ന് കൊണ്ടുപോകണം, മഴ മാറിയിട്ട് നമുക്ക് ഒന്നിച്ച പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞു. വീടെന്ന് പറയുന്നത് അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണല്ലോ പിന്നെ ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ മൂവാറ്റുപുഴ പണിക്ക് പോയത്. എൻ്റെ വീട്ടിലെ ചേച്ചി പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വന്ന് വിളിച്ചോണ്ട് പോകുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ നമ്മളെ ബാഡ് ആയിട്ട് മോശമായിട്ട് പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? 10ാം വയസ്സിൽ ഞാൻ ആ യജ്ഞത്തിൽ നിന്ന ഒരാളായിട്ടായിരുന്നു, അയാളായിട്ടായിരുന്നു എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ സെക്സാലിറ്റി ചെയ്തത്. അയാൾ പിന്നെ എന്നോട് പറഞ്ഞു വേറെ ആരോടും മിണ്ടാൻ പാടില്ല, എനിക്കറിയത്തില്ല അന്നത്തെ ഈ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, 10 വയസ്സല്ലേ. അപ്പം അയാൾ പറഞ്ഞ് വേറെ കൂടെ ഉള്ള ആൾക്കാരോട് സംസാരിക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ല, വേറെ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല, അയാളുടെ കൂടെ മാത്രമേ നടക്കാവുള്ളൂ, അയാളുടെ കൂട്ടത്തിലേ കിടക്കാവുള്ളൂ, അങ്ങനെയൊക്കെ അന്ന് അയാൾ നിർബന്ധിച്ച്. അപ്പം അതൊന്നും എനിക്ക് അറിയില്ലാത്ത സമയമായിരുന്നു അന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ ഒരു മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് എന്നോട് ചെയ്യുന്നത് ഒരു ക്രൂരതയാണെന്നോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു? അങ്ങനെ തോന്നേണ്ട ഇതായില്ലല്ലോ, സ്നേഹം സ്നേഹമായിരുന്നു. അയാളിങ്ങനെ പറഞ്ഞപ്പം അയാളുടെ ഭാര്യയായിട്ട് നിൽക്കാന്നുള്ളൊരു ഇതാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപരിചയമല്ലേ, സിനിമയിലൊക്കെ കണ്ടുപരിചയമല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മൾ നേരിട്ട് ഇതൊന്നും അനുഭവമില്ലോ. എൻ്റെ ആദ്യത്തെ അനുഭവമാണത്. അപ്പം എനിക്കറിയില്ല ഇത് എന്താ ചെയ്യുന്നതെന്നോ എന്തോന്നൊരു. ഞാൻ ആദ്യമായിട്ട് എന്നെ സെക്സായിട്ട് ചെയ്തപ്പം അതിൻ്റെ ഓണറോട് എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ എന്നെ വൃത്തികെട്ടതിൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇനി അവരുടെ കൂടെ തന്നെ നിന്നാൽ മതി, വേറെ ആരുടെയും കൂടെ പോകണ്ടെന്ന് അതിൻ്റെ ഓണറാണ് പറഞ്ഞത്. ഇത് നടത്തുന്ന ആളാണ് പറഞ്ഞത്. അയാൾ എന്നെ ഇങ്ങനെ ഇത് മോശമായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു വേറെ ആരുടെയും കൂടെ പോകാൻ പാടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ അദ്ദേഹം കല്യാണമൊക്കെ അല്ല, അന്ന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. കൊച്ചി ചേർക്കനായിരുന്നു. 10-20 വയസ്സേ ഉള്ളായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ആ ഒരു ജീവിതം അങ്ങനെ നല്ലപോലെ ഇങ്ങനെയല്ലേ നമ്മൾ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അയാളുടെ ഡ്രസ്സ് കഴുകി കൊടുക്കുക, അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയെ പോലെ തന്നെ അന്ന് 10 വയസ്സിൽ ഞാൻ ആയില്ലേ. അതിൽ പിന്നെ നമുക്ക് പിന്നെ അത് വേറെ ഒരു ചിന്തയില്ല, പിന്നെ വീടോ അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. ഇയാളെ ശരണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നിന്നു. അത് നമ്മളെ മുതലെടുത്ത് നമുക്ക് 5 പൈസ പോലും തന്നിട്ടില്ല. അന്നത്തെ കാലത്തൊക്കെ പൈസയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്, പൈസകളാണല്ലോ. 10ന്റെ പൈസ, 3ന്റെ പൈസ, 5ന്റെ പൈസയൊക്കെ ഉള്ള സമയത്തുള്ള കാര്യം പറയണത്. പൈസ ഒന്നും തന്നിട്ടില്ല. അയാൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ 10 ദിവസത്തെ പരിപാടി കഴിയുമ്പോൾ അയാളുടെ വീട്ടിൽ കൊണ്ടുപോകും, ഒരു സിനിമ കാണിച്ചു തരും. അന്ന് അവർ എന്തെങ്കിലും ചിക്കൻ മേടിച്ച് അവർ നല്ല ഭക്ഷണമൊക്കെ എടുത്ത് കറി വെച്ച് അവർ കഴിക്കും. ഭാര്യ മക്കളൊക്കെ ഉള്ളതായിരുന്നു ഓണർക്ക്. അവർ കഴിക്കും. ഞങ്ങളെ കൊണ്ടാണ് അവരുടെ മക്കളൊക്കെ പഠിച്ചതും ജോലിയായതൊക്കെ. ഞങ്ങളൊരു 10 പേര് അന്ന് പരിപാടിക്കേണ്ട, ഇവർക്ക് ആർക്കും കാശ് കൊടുക്കാതെയാണ് ആ കാശ് കിട്ടുന്ന കാശ് കൊണ്ട് അവരുടെ മക്കളെ പഠിപ്പിച്ചതും അവരൊക്കെ ആക്കിയത്. ഞങ്ങൾക്ക് ഈ 10 പേര് നിന്നിട്ടും 10 പേർക്കും 5 പൈസകൾ തന്നിട്ടില്ല. ഇപ്പം ഇവരൊക്കെ ആയിട്ട് മിണ്ടാറൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ പഴയ ആളുകളോടായിട്ട് കഴിഞ്ഞ മാസം ഞാൻ കണ്ടായിരുന്നു, ഒരു മരണ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. ഞാൻ മിണ്ടാനൊന്നും പോയില്ല, മരണ വീട്ടിൽ വെച്ച് കണ്ടു. ഓണറൊക്കെ മരിച്ചുപോയി, അയാളൊക്കെ മരിച്ചുപോയി. അയാളുടെ മക്കളൊക്കെ ഉണ്ട് ഇപ്പം. അവരൊക്കെ കണ്ടാലിപ്പം ചേച്ചി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ഓണറുടെ മക്കളൊക്കെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവർക്കൊന്നും അറിയില്ലാത്ത പ്രായമല്ലേ. തീർച്ചയായും നമ്മൾ ആ ഒരു കാലഘട്ടം കൂടെ ചിന്തിക്കണം. നമ്മൾ ഇന്നാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ വിവരവും ഉണ്ടാണ് പറയാം. നമുക്ക് അത് പറ്റില്ല, നമ്മളെ ചൂഷണം ചെയ്താണെന്ന് പറയാൻ പറ്റും. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയണല്ലേ, ഞാൻ എപ്പോഴും പറയണത് അപ്പോഴും പറയണത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക. സെക്സ് വർക്ക് ഒരു ജോലിയല്ല, ആണോ? അല്ല, സെക്സ് വർക്ക് ഒരു ജോലിയല്ല. നമ്മൾക്ക് മാന്യമായിട്ട് ജീവിച്ച ഏത് വീട്ടിൽ പോകാനും ഏത് ഇതിലും പോകാനും നമുക്ക് ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഇവരൊക്കെ ഒന്നും പകലിറങ്ങി നടക്കാനുള്ള ഇതുണ്ടോ? ഈ സെക്സ് വർക്ക് നടക്കുന്ന ആൾക്കാർ പകലിറങ്ങി നടക്കണുണ്ടോ? ആരെ പകലിറങ്ങി നടക്കണേ? രാത്രിയാകുമ്പോൾ കുറേ മേക്കപ്പ് ഇട്ടും കുറേ ഡ്രസ്സും ചെയ്ത് നിൽക്കുന്നതല്ല. അവരൊക്കെ പറയുന്നത് പെണ്ണ് എല്ലാവരും ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്
ബ്രസ്റ്റും വെച്ച് താഴെ എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് പെണ്ണാവുമോ? ഞാൻ ചോദിക്കാം, അങ്ങനെ പെണ്ണാവുമോ? പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസവിക്കണം, അല്ലെങ്കിൽ അവർ മെൻസസ് ആവണം. ഇതാണ് പെണ്ണ്. അല്ലാതെ നമ്മൾ കുറേ മാറ് വെച്ചെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ താഴെ ഓപ്പറേഷൻ ചെയ്തെന്ന് വെച്ചാൽ അത് പെണ്ണായിട്ട് അംഗീകരിക്കും. ഞാൻ അംഗീകരിക്കില്ല. ഞാൻ പെണ്ണിൻ്റെ മനസ്സായിട്ട് ജീവിക്കുന്ന ആളാണ്. ഞാൻ പെണ്ണല്ല. എനിക്ക് പെണ്ണിൻ്റെ മനസ്സാണ്. എനിക്ക് പെണ്ണിനെ പോലെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഞാൻ പെണ്ണാന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ പെണ്ണാണോ? അല്ലല്ലോ. അവരും ട്രാൻസ് എന്നാണല്ലോ പറയുന്നത്. അതിന് പറയണത് അങ്ങനെയാണ്. പക്ഷെ അന്ന് വെച്ച് നമ്മൾ പെണ്ണല്ല. എൻ്റെ പെണ്ണിൻ്റെ മനസ്സാണ് ഞാൻ. എനിക്ക് പെണ്ണിൻ്റെ മനസ്സായതുകൊണ്ട് ആണുടലിൽ പെണ്ണിൻ്റെ മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. ഈ സമൂഹത്തിൽ എവിടെ ചെല്ലണം, എവിടെ പോകാനും എനിക്ക് ഒരു പേടിയില്ല. ഞാൻ എവിടെ, ഏത് പാതിരയ്ക്ക്, ഏത് വെളുപ്പാങ്കാലത്തോ ഏത് പകലും ഞാൻ ഇറങ്ങി സഞ്ചരിക്കും. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയിട്ട് അന്ന് ഞാൻ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്ന കാലമാണ്. മുടിയെല്ലാം വാരിക്കെട്ടി ഞാൻ തൊപ്പി വെച്ചിട്ട് പോയിന്ന് ഉത്സവം കാണാൻ പോയി. എന്നിട്ട് അവിടെയുള്ള കുറേ ചെക്കന്മാർ കൂടി എൻ്റെ തുണിയെല്ലാം അഴിച്ച് ഞാൻ വെറും ഷഡ്ഡിയിൽ ഒരു ഈ 10-25 കിലോമീറ്റർ നടന്നാണ് എൻ്റെ വീട്ടിൽ വന്നത് രാത്രിയിൽ. അങ്ങനത്തെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ ചെറുതിലേ? ചെറുതിലേ അല്ല, അതൊക്കെ ഞാൻ ഇത് ആയപ്പിന്നെ 10-30 വയസ്സായപ്പിന്നെ എനിക്കുണ്ടായ അനുഭവമാണ്. അത് ഞാൻ അരയങ്കാവ് അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ തൂക്കം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് കാണാൻ പോയതാ. ഞാൻ അന്നും പോയിരുന്നാലും ഞാൻ എൻ്റെ രീതിയിലേ ഞാൻ നിൽക്കുള്ളൂ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇവരൊക്കെ വെള്ളം കുടിച്ചിട്ട് വന്നതാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് ഇവർ ഒരു 5-6 പേര് വന്ന് എന്നെ കയറി പിടിച്ചത്. അവരൊന്നും പറഞ്ഞൊന്നുമില്ല. അവർ വന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എന്നെ കയറി ഈ 6-7 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി കയറി എന്നെ വട്ടം പിടിച്ചു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. അയച്ചിട്ട് എൻ്റെ തലയിലൊന്ന് തൊപ്പി അവർ വലിച്ചു ഊരിക്കളഞ്ഞു. അപ്പം മുടി അഴിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർ എൻ്റെ ഷർട്ടേ കയറി പിടിച്ചു. അങ്ങനെ ഷർട്ട് കയറിപ്പോയി. പിന്നെ ഞാൻ മുണ്ട കൊടുത്തിട്ട് മുണ്ടഴിച്ചാൽ, എന്നിട്ട് ആ ഷഡ്ഡി ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അരയങ്കാവിൽ നിന്ന് ആമ്പലൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ ഞാൻ നടന്നു വന്നു രാത്രിയിൽ. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഒന്നും പറഞ്ഞില്ല. എന്താണെന്ന് അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അവരെന്തിനാണ് എനിക്ക് കയറി പിടിച്ചതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ തുണി അഴിച്ചതെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ലെന്ന്. ഞാൻ എന്നിട്ട് കരഞ്ഞ് മേടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ രാത്രി തന്നെ എൻ്റെ വീട്ടിലെത്തി. ഞാൻ അങ്ങനെയുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രണയം ഉണ്ടായത് സർക്കസ് കൂടാരത്തിലാണ്. അത് ഈ പറഞ്ഞ ഈ അന്ന് ആദ്യമായിട്ട് ചെയ്ത ആളായിട്ടായിരുന്നോ പ്രണയം ഉണ്ടായിരുന്നത്? അതെന്ന് പറഞ്ഞാൽ ആളിങ്ങനെ ഇത് എന്നോട് താല്പര്യം കാണിച്ചപ്പോഴാണ് അത് പ്രണയമാണോ സ്നേഹമാണോ ഇതൊന്നും എനിക്കറിയില്ല. അന്നത്തെ ആ സമയത്ത് എനിക്കത് അറിയത്തില്ല. അയാളെന്നോട് സെക്സ് ചെയ്തെന്നുള്ള എനിക്ക് അതെന്താണെന്ന് പോലും അന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ശാന്തി ചേച്ചിക്ക് പ്രണയം തോന്നിയത് വേറൊരാളായിട്ടാണ്? അല്ല, അയാളായിട്ടായിരുന്നു എൻ്റെ പ്രണയം ആദ്യമായിട്ട്. അങ്ങനെ അയാൾ എന്നെ ചെയ്തതിന് ശേഷമുള്ള പ്രണയം ഇത്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, ഇതുപോലെ തന്നെ വേഷം കിട്ടുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു തന്നത്, എടി ഇനി മേലെ അവന് വേറെ പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്നോ വേറെ പെണ്ണുങ്ങളായിട്ട് ഇതൊന്നും പാടില്ല, നീ എല്ലാ അവൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. കോട്ടയത്തുകാരി ഉഷ എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ചെയ്യുന്ന ആൾ തന്നെയായിരുന്നു. അയാളാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഇനി നീ അയാളുടെ ഭർത്താവായിട്ട് ജീവിക്കണം, നീ ഇങ്ങനെയാന്ന്. അവർക്ക് അന്ന് മുൻപരിചയം ഉണ്ടായിരുന്നു, എനിക്കത് അറിയില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു തന്നാണ് പിന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് പ്രണയം തുടങ്ങിയത് എനിക്ക് അയാളോട്. അങ്ങനെയാണ് ഞാൻ 5 വർഷം അയാളുടെ കൂടെ നിന്നത്. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ചേച്ചി മൂവാറ്റുപുഴയിൽ ഒരു വീട്ടിൽ പണിക്ക് പോയി. അപ്പോഴേ ഈ പുള്ളിയായിട്ട് ഇല്ല ആള് എന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മഴക്കാലമായപ്പോൾ പരിപാടി നിർത്തി കഴിഞ്ഞപ്പോഴത്തെ ഇയാൾ പറഞ്ഞു എന്നോട് വീട്ടിൽ പോയി നോളാൻ പറഞ്ഞല്ലോ. വീട്ടിൽ പോയി നോളാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇയാളെ കാണാതെ ആയപ്പോൾ ഞാൻ അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അന്ന് ചെല്ലുമ്പം ഞാൻ അടുത്തൊരു കടയിൽ ഞാൻ അറിയുന്ന സ്ഥലമായ കാരണം ഞാൻ അടുത്തൊരു കടക്കാരനോട് വെച്ച് എന്താ ഇവിടെ പകൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, പാട്ട് വെച്ചേക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ആളുടെ കല്യാണം നടക്കണമെന്ന്. അപ്പോഴത്തേക്കുള്ള മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 5 വർഷം കഴിഞ്ഞ് ഒരുത്തൻ നിന്നിട്ട് അവനെന്നെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് അവൻ്റെ കല്യാണം അവന്നൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ സർക്കസ് കല്യാണം എന്ന് പറഞ്ഞാൽ 2-3 പ്രാർത്ഥനാനം വെക്കും. പെണ്ണിൻ്റെ അപ്പൻ ചെക്കനെയും പെണ്ണിനെയും കൈ പിടിച്ച് കൊടുക്കണം. അതാണ് അന്നത്തെ കല്യാണം. അന്നത്തെ കല്യാണം അത് കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അയാളുടെ കൂടെ നിൽക്കേണ്ട കാര്യം. അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്ന് പോന്നു. ഇപ്പം കൂടെ നിന്നൊരാൾ ഇപ്പം ചേർന്നതിലാണ് എങ്ങനെ അതിന് എന്താ പറയുക, അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഞാൻ ഒത്തിരി
ഒത്തിരിയായിട്ട് അയാൾ ചീത്ത പറയാൻ തന്നെയല്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വലിച്ചു വാരി ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് എവിടെ അവരുടെ സർക്കസ് കൂടാരത്തിൽ ഇത് കൊണ്ടുവച്ചേക്കും. സർക്കസ് കൂടാരത്തിൽ വെച്ച് തന്നെയായിരുന്നു കല്യാണം? ഉണ്ടായത്. അതെന്താ അങ്ങനെ കല്യാണം? അത് അന്നത്തെ കല്യാണമൊക്കെ അങ്ങ് കല്യാണം സർക്കസുകാർക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടുക? അങ്ങനെ ഇയാളാണെങ്കിൽ നല്ല ചെറുപ്പവും കാണാൻ ഭംഗിയുള്ളൂ, നല്ല അയാളായതുകൊണ്ട് അവരുടെ മോളെ പിടിച്ചു കൊടുത്തു. സർക്കസ് തന്നെ കൂടെ പെണ്ണിനെ പിടിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഈ ബന്ധമൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. കടക്കാരൻ്റെ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞല്ലോ ഇങ്ങനെ കല്യാണമാണെന്ന്. എന്നിട്ട് എന്ത് ചെയ്ത്? ആ കാലത്ത് ഞാൻ എൻ്റെ വിഷമമില്ലായിരുന്നു. വിഷമത്തിൽ ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണിനും ചെക്കനെ ഇവർ റൂമിലേക്ക് കയറ്റി വിടുന്ന രംഗം ഞാൻ കാണുന്നത് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ചെന്ന് അവിടെ ചെന്നിട്ട് അവനെ പിടിച്ച് വലിച്ച് പുറത്ത് ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, ആൾക്കാരൊക്കെ കൂടി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സും അവൻ്റെ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വലിച്ച് വാരിയിട്ടിട്ട് അവിടെ ഇരുന്ന മണ്ണെണ്ണ എടുത്തിട്ട് ഞാൻ ആ തീ കൊളുത്തി. അങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല. നമ്മൾ വേറെ ഒരു പരിപാടി സ്ഥലത്തോ അല്ലെങ്കിൽ അന്ന് ഈ പരിപാടി മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്തോ ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ മേലാത്ത ഒരു അവസ്ഥയായിപ്പോയി എനിക്ക്. കുറേ നേരത്തേക്ക് ഒന്നും എനിക്ക് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്നേഹിച്ച് നമ്മൾ നിന്നിട്ട് ആളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക്. തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വിഷമമൊന്നും മാറുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ എനിക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തി പോലെയൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ എൻ്റെ ചോറ്റാനിക്കരയുള്ള ചേച്ചി വന്നിട്ട് ചോറ്റാനിക്കരയിലേക്ക് കൊണ്ടുപോയിരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നു, അവിടെ കൊണ്ട് നിർത്തി. അപ്പം പിന്നെ അമ്പലവും കാര്യങ്ങളും ഇതൊക്കെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ഈ 10 വയസ്സ് മുതൽ ജനങ്ങളെ കണ്ട് അങ്ങനെ നമുക്കൊന്നും അറിയില്ലെങ്കിലും ജനങ്ങളിങ്ങനെ വന്നു നിന്ന് നമ്മൾ ഓരോ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഇപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത ചേച്ചി വന്നിട്ട് എന്നെ ചോറ്റാനിക്കരയിലേക്ക് കൊണ്ടുവന്ന് ചോറ്റാനിക്കര കൊണ്ട് നിർത്തി കഴിഞ്ഞ് അവിടെ നിർത്തി അമ്പലത്തിലൊക്കെ പോയി നിന്നപ്പം അതിൻ്റെ കുറച്ച് വിഷമങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് മാറി വന്ന സമയത്താണ് അവിടെ വേറൊരു ആൾ തന്നെ പരിപാടിയുള്ള ഒരാൾ അവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നായിരുന്നു. അപ്പം അയാൾ എന്നെ വിളിച്ചു, ഇങ്ങനെ അറിയുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസൊക്കെ അറിയാം, ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ഞാൻ ഈ കലാരംഗത്തേക്ക് വീണ്ടും ഇറങ്ങി. വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരാളുണ്ടായിരുന്നു ഇതുപോലെ വേഷം കിട്ടുന്ന ആളുടെ ഇതെന്ന് വെച്ചിട്ട് ആളുടെ ഗ്രൂപ്പിലുള്ള ആരോടും എനിക്ക് മിണ്ടാൻ പാടില്ല. അയാൾ ഇച്ചിരി പ്രായമുള്ള ആൾ, ഞാൻ ചെറുപ്പമല്ലേ. അപ്പം അതിൻ്റെ ഓണറും ആണെങ്കിലും അയാളോട് മിണ്ടാൻ പാടില്ല, മറ്റുള്ളവരോടും ഇല്ല. അന്നത്തെ ശമ്പളം എത്രയാണെന്ന് പറഞ്ഞാൽ 10 രൂപയാണ് അന്നത്തെ ശമ്പളം. എനിക്ക് ആദ്യമായിട്ട് ഒരു അനുഭവം കൊണ്ടാണ് 10 രൂപ ശമ്പളം തരുന്നത് അവരാണ്. അന്ന് 10 രൂപ മതി അന്ന് വെച്ചോ. 10 രൂപ എന്ന് വെച്ചാൽ 5 രൂപ നമുക്ക് ചിലവ് കഴിഞ്ഞാൽ 5 രൂപ. അന്ന് എന്ന് വെച്ചാൽ ഡ്രസ്സ് ഇന്നത്തെ കൂട്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു സാരി കിട്ടും, ആ സാരി കൊണ്ട് ചരടയിൽ പാവാട പോലെ കിട്ടും. അതാണ് അന്നത്തെ ഡ്രസ്സ്. ഒരു ബ്ലൗസും ഉണ്ടാവും, ഒരു തോർത്തും ഉണ്ടാവും. അതാണ് അന്നത്തെ ഡ്രസ്സ്. ഇന്നത്തെ പോലെ ഡ്രസ്സും മാറ്റമൊന്നുമില്ല. ആ ഒറ്റ ഡ്രസ്സിൽ എത്ര കളിക്കാമെന്ന് വെച്ചാൽ അത്രയും ഡാൻസ് കളിക്കാം. പിന്നെ നാടകം എന്ന് പറഞ്ഞാൽ നാടകങ്ങളുണ്ട്, ചെറിയ ചെറിയ നാടകങ്ങളുണ്ട്. അത് സമയത്ത് ഈ സാരി അഴിച്ചിട്ട് അത് സാരിയായിട്ട് കൊടുത്തിട്ടാണ് പിന്നെ നാടകത്തിന് കയറുന്നത്. അല്ലാതെ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മേക്കപ്പ് പോലെ കുറേ സിൻഗേറ്റും കുറേ മഞ്ഞയും ചുവപ്പും എല്ലാം കൂടി കലക്കി മുഖത്ത് തേക്കല അന്നത്തേത്. അല്ലാതെ ഇന്നത്തെ പോലത്തെ മേക്കപ്പ് ഒന്നും അല്ല അന്ന്. അതൊക്കെ നമ്മുടെ മുഖമൊക്കെ അങ്ങ് ചുക്കി ചുളുങ്ങും. ആ സാധനം ഈ ടയറിൻ്റെ ഉള്ളിലിടുന്ന ഒരു പൊടിയാണത് ഈ സിൻഗേറ്റ് എന്ന് പറഞ്ഞത്. വലിയ വലിയ വണ്ടിയുടെ ടയറിൻ്റെ ഉള്ളിലിടുന്ന പൊടിയത്. അത് കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടാണ് നമ്മുടെ മുഖത്ത് തേക്കുന്നത്. അതങ്ങ് തേച്ച് കഴിയുമ്പോൾ നമുക്ക് പൊള്ളണ പോലെയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ നമ്മളതൊക്കെ സഹിക്കണ്ടേന്ന് ഓർത്ത് നമ്മളതിൽ നിന്നത്. അങ്ങനെയാണ് വീണ്ടും ഞാൻ പരിപാടിയിലേക്ക് വരുന്നത്. വീണ്ടും പരിപാടിയിലേക്ക് വന്ന് അവിടെയും വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് അവിടുന്നും പോന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നിന്ന് കഴിഞ്ഞ് തൃശ്ശൂർ ഒരാൾ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ് എന്നെ കളിക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ തൃശ്ശൂർ പോയി കളിക്കാനായി പോയി. അവിടെ പോയി ഇന്ന് കളിച്ചതിന് ശേഷമാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് കിട്ടിയത് 250 രൂപ ശമ്പളം തന്നു. 10 ദിവസത്തെ പരിപാടിക്ക് നിന്നിട്ട് 250 രൂപ ശമ്പളം തന്നു. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ശമ്പളമായിട്ട് മറ്റിടത്തുനിന്ന് 10 രൂപ കിട്ടിയെങ്കിൽ ഇവിടെ 250 രൂപ. അപ്പം ഞാനോർത്ത് അത് പൈസ കിട്ടുന്ന പരിപാടിയാണെന്നോർത്ത് പിന്നെ അവിടെ നിന്നപ്പോൾ ഇതുപോലെ അതിലും പെണ്ണുങ്ങളുണ്ടായിരുന്നു. അന്ന് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവർ കളിക്കുന്നതിനേക്കാളും മീതിയായിട്ട് നമ്മൾ കളിക്കുന്നതുകൊണ്ട്
പെണ്ണുങ്ങൾ പറയണം ഇയാളെ വേണ്ട, അങ്ങനെയാണ് എങ്ങനെയാണ് മറ്റാ മറിച്ചാന്ന് പറഞ്ഞ് എനിക്ക് അവിടെയും ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. അവിടെയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഈ പരിപാടിയിൽ നിന്നിട്ട് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞത് ഈ ആൾക്കാർ ജനങ്ങൾ കൂടുമ്പോഴുള്ള സന്തോഷം അല്ലാതെ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്കൊന്നും ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ശാന്തി ചേച്ചി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചെറുതിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്. പെൺവേഷം കിട്ടുന്നവര് ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഡാൻസ് അല്ല, ഒരു വല്ലാത്ത രീതിയിൽ അവരിങ്ങനെ ഈ കാഴ്ചക്കാരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട്, അതായത് ഇങ്ങനെ അവരുടെ മേത്ത് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കയറി പിടിക്കാൻ വരിക, നമ്മുടെ കൈയും കാലും കയറി പിടിക്കുക, നമ്മൾ വെച്ചേക്കണ മുടി വലിക്കുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ പിന്നീട് ആയപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ പരിപാടിയാണെങ്കിലും ഈ ചുറ്റും കയറ് കിട്ടുമായിരുന്നു. ആൾക്കാരും കൂടെ കയറി വരാതിരിക്കാൻ വേണ്ടി ചുറ്റും കയറ് കെട്ടി തന്നായിരുന്നു. പിന്നെ അത് കാരണം അങ്ങനത്തെ പിന്നെ ശല്യം. ആദ്യമൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വേറെ പബ്ലിക്കായിട്ട് പൈസയ്ക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ വെച്ചേക്കണം. അന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാറി വയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ബ്രേസറിൻ്റെ ഉള്ളിൽ വെറും ബ്രേസർ ഇട്ടിട്ട് വെറുതെ തോർത്ത് കൊണ്ട് ഇതുണ്ടാക്കിയിട്ടാണ് വെക്കണത്. അപ്പം അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നാന്ന് ചോദിച്ചിട്ട് ആൾക്കാർ കൊണ്ട് കയറി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ബ്രേസറിൻ്റെ ഉള്ളിൽ എന്നാണ്, എന്താ നിങ്ങൾ വെച്ചേക്കണേന്നൊക്കെ ചോദിച്ച് കയറി പിടിക്കലും വലിക്കലും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ടായി പരിപാടി സ്ഥലത്ത്. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുള്ള സമയങ്ങളാണ് പരിപാടി സ്ഥലത്തൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുള്ള സമയങ്ങളാണ്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ നമ്മളെ പിന്നെ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സിന് അന്ന് ഞാൻ എൻ്റെ അറിവിലെന്ന് പറഞ്ഞാൽ ഈ സെക്സ് എന്ന് പറഞ്ഞത് ഈ പരിപാടി കൂടിയാണ് സെക്സ് പരിപാടി വന്നത്. ഈ ട്രാൻഡായ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഈ സൈക്കിളജ്ഞം വന്നപ്പോഴാണ് ഈ സെക്സ് പരിപാടി വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ സൈക്കിളജ്ഞത്തിൽ അന്ന് പെൺവേഷം കെട്ടുന്ന ആൾക്കാരുള്ളൂ. അന്ന് ഇഷ്ടം പോലെ പരിപാടിക്കാരുണ്ട്. അപ്പം അതിൽ ഇഷ്ടം പോലെ പെൺവേഷം കിട്ടുന്ന ആൾക്കാരുണ്ട്, നമ്മളെ കൂട്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർ ആണ് ഈ ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചത്. അതും കോഴിക്കോട് നിന്ന് കുറേ ആൾക്കാർ വന്നപ്പോഴാണ് ഇതങ്ങോട്ട് പരസ്യമായി പോയത്. പിന്നെ നിൽക്കുന്ന ഈ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഇത് വേഷം കിട്ടുന്ന ആൾക്കാർ പിന്നെ പുറത്തുനിന്ന് നമുക്ക് ഇവിടുന്ന് വരുമാനം ഇല്ലയെന്ന് കണ്ടപ്പോഴത്തേക്കും പുറത്തുള്ള ആൾക്കാരെ ഇവിടെ പൈസ മേടിക്കലും പിന്നെ അവരുടെ കൂടെ പോകും സെക്സ് വർക്കിന് പോകുന്ന അന്ന് നടന്നത് അന്ന് ഈ പരിപാടിക്കാരായിരുന്നു. അന്ന് ഈ നമ്മളിപ്പം നിൽക്കുന്ന പിള്ളേരെ പോലെ ആരും അന്ന് റോഡിലൊന്നും ആരും നിൽക്കില്ല. പക്ഷേ ഈ സൈക്കിളജ്ഞം ഈ പരിപാടി എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്ര ദൂരെ നിന്ന് വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. സെക്സ് വർക്കിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ഈ സെക്സ് വർക്ക് ഉണ്ടായത് ഈ സൈക്കിളജ്ഞം വന്നിട്ടാണ് ഈ സെക്സ് വർക്ക് ഉണ്ടായത്. അതിന് മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടില്ല. എൻ്റെ വീട്ടിലുണ്ടായത് പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മോനുണ്ടായിരുന്നു. സർക്കസിൽ നിന്നൊക്കെ വന്ന് വീട്ടിൽ നിൽക്കുന്ന സമയം അവൻ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നോടായിട്ട് സെക്സ് ചെയ്യാനായി എന്നോട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് എന്തൊക്കെ ചെയ്തത് എനിക്കറിയത്തില്ല. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ അവൻ ചോരയൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ സമ്മതിച്ചില്ല അന്ന് സെക്സ്. എൻ്റെ അമ്മാവൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. നമുക്കിഷ്ടമുള്ളവരോടല്ലേ നമ്മൾ നിൽക്കുള്ളൂ. ഇവൻ വന്നിട്ട് എന്നെ ബലമായിട്ട് കയറി പിടിച്ചു. അപ്പം എൻ്റെ വീട്ടിൽ ആരുമില്ല. അന്ന് ഞങ്ങളുടെ വീട് ചെറിയ വീട്, ഒരു കുഞ്ഞു ഓലപ്പരയാണ്. അപ്പോൾ ഇവനും ചെറുപ്പമാണ്, ഞാനും ചെറുപ്പമാണ്. ഇവനും ഓടി വന്നിട്ട് എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആളിപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്, ഞാൻ കാണാറുമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ ഞാൻ മുളന്തുരുത്തിൽ സിനിമയ്ക്ക് പോയപ്പോൾ മുളന്തുരുത്തി അന്ന് തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് തുരുത്തിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചെക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരങ്ങനെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ വന്ന് അന്ന് അവനങ്ങനത് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അവനങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതാണ് എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ഞാനങ്ങനെ സെക്സ് ചെയ്തിട്ടുണ്ട്. അവനെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നാൾ അവനായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അല്ലാതെ ഉള്ള സെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ സൈക്കിളജ്ഞ പരിപാടിയിൽ ചെന്നിട്ടാണ് ഈ സെക്സ് വർക്ക് എന്ന് പറഞ്ഞത് എനിക്ക് അനുഭവം ഉണ്ടാകുന്നത്. ട്രാൻസ് വ്യക്തികൾ അല്ലെങ്കിൽ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതോ അല്ലെങ്കിൽ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതാണോ സൈക്കിളജ്ഞം. അതിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെണ്ണായിട്ട് കണ്ടിട്ട് സെക്സ് വർക്കിന് വിളിക്കുന്ന ആൾക്കാരാണ് അധികം ഉണ്ടായത്. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകാനല്ല ഇഷ്ടം. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ കൂടെ അങ്ങനെയാണ്. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്ത് പലരുമായിട്ട് അങ്ങനെ സെക്സ് വർക്കിൻ്റെ പോകേണ്ട വന്നിട്ടില്ല.
എൻ്റെ അതിലും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞത്, ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിന് ചെന്ന സമയത്ത് ഒരു ചെക്കനുമായിട്ട് അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലേലം വിളി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, എന്തെങ്കിലും വസ്തുക്കളൊക്കെ വെച്ച് ലേലം വിളിക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെക്കൻ ലേലം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ തമാശന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ പോണ ചെക്കനാണ്, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ലേലം വിളിക്കുമായിരുന്നു. അപ്പോൾ അവനത് കാശൊക്കെ കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ ലേലം വിളിച്ചു. നമ്മൾ പകൽ വരെ ഒന്നും കാണുന്നില്ലല്ലോ, രാത്രിയിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ലേലമൊക്കെ വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പ്രോഗ്രാം കഴിഞ്ഞ് പോയി അടുത്തൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും, ഈ ലേലം വിളിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ വെച്ച് ഞങ്ങളെയല്ല, വേറെ ഓരോ വസ്തുക്കൾ വെക്കും, കോഴിമുട്ട അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം, ബിസ്ക്കറ്റ്, മിച്ചർ, പൊതി, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ലേലം വിളിക്കും. അപ്പോൾ ആദ്യം വിളിക്കുന്ന 5 രൂപ 10 രൂപ അങ്ങനെ കയറ്റി വിളിക്കുന്ന ഇതാണ് ലേലം വിളി. അപ്പൊ ആരെയാണ് ഇങ്ങനെ അത് ഞാൻ ഇപ്പം എൻ്റെ ഉള്ള എൻ്റെ ആധാർ കാർഡിൽ ഇതിലൊക്കെ അവൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ എല്ലാം കിടക്കുന്നത്. വാസു എന്ന് പറഞ്ഞത്, അതാണ് ശാന്തി വാസുദേവ് എന്ന് ഇട്ടേക്കണത്. എൻ്റെ പേര് ശാന്തി എന്ന്, അവൻ്റെ പേര് വാസു എന്ന്, എൻ്റെ അച്ഛൻ്റെ പേര് ദേവൻ. അപ്പം അങ്ങനെ ശാന്തി വാസുദേവ് എന്ന് എല്ലാം ഇപ്പം എൻ്റെ അന്ന് മുതലേ എൻ്റെ എല്ലാ ഐഡിയും കാർഡിലെല്ലാം അവൻ്റെ പേര് അവിടെ വെച്ചിട്ടാണ് കാണുന്നത്, അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ലേലം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളവിടെ 10 ദിവസം പരിപാടി കഴിഞ്ഞ് നമ്മളവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ട്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിനി അങ്ങോട്ട് പോകും, വീട്ടിലേക്ക് പോകാനും പറ്റില്ലല്ലോ, എന്താ ചെയ്യാമെന്ന് ഓർത്തിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതാണല്ലോ അവനെ. അപ്പം ഞാൻ അവൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. പറഞ്ഞോ ഇഷ്ടം? അതും അങ്ങനെയൊന്നും പറഞ്ഞു. അന്ന് ആ തമാശയിൽ ലേലം വിളിക്കുന്ന തമാശയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ പോണ ചെക്കനാന്നൊക്കെ പറഞ്ഞു. അവരുടെ അടുത്ത് കാശ് മേടിക്കണ്ടേ, എന്തെങ്കിലും പറഞ്ഞാലല്ലേ അവര് പൈസ തരുള്ളൂ. നിങ്ങൾ ഈ സദസ്സിന് അതാണ് ഞാൻ ചോദിച്ചത്, സദസ്സിന് ഇൻട്രസ്റ്റ് കയറ്റിയാലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു ഡാൻസ് ചെയ്യുന്നതിന് അന്നത്തെ കാലത്ത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങൾ കളിക്കണം എന്ന് വെച്ചാൽ 30 രൂപയാണ്. അപ്പം നമ്മൾ ചെക്കന്മാരോടൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഇൻട്രസ്റ്റ് കയറ്റിയിട്ട് അവരാണ് ആവശ്യപ്പെടുന്നത്, ഇന്ന പാട്ട് കളിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പൈസ കിട്ടും. അത് നമുക്കല്ല, മുതലാളിക്കാണ്. എന്നാലും നമ്മളത് ഉണ്ടാക്കും. അപ്പം അങ്ങനെ പറയുന്ന സമയത്താണ് ഞാൻ എന്നെ ഇങ്ങനെ ലേലം വിളിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും പറഞ്ഞാലല്ലേ പൈസ, നമ്മൾ വെറുതെ എന്നിട്ട് ഇപ്പോൾ പൈസ ചോദിച്ചാൽ അവർ തരൂല്ല. അപ്പം നമ്മൾ കുറേ കോസ്റ്റ്ലിയെ കാണിക്കണം. ഞാൻ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന കാലത്ത്, ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കണ നോക്കണ്ട, അന്ന് കാലത്ത് ഞാൻ സിൽക്കായിരുന്നു. എല്ലാവർക്കും അന്ന് തന്നെ മൂവാറ്റുപുഴയിലൊക്കെ തന്നെ പത്രത്തിലൊക്കെ രാത്രിയിൽ ആൾക്കാരുടെ ഉറക്കം കിടന്ന നിശാസുന്ദരി എന്ന് പറഞ്ഞ് അന്ന് ഭീഷണം പേപ്പറിൽ എൻ്റെ ഫോട്ടോ വന്നതാണ്. അങ്ങനെ ഫെയിംസായി, ഈ എറണാകുളം ജില്ലയിൽ ഫെയിംസായി നിന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എല്ലാവരും പറയണ്ടല്ലോ, ഇപ്പം ഞാനായിരുന്നുണ്ടായത് അങ്ങനെയല്ല. എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് സാരി ഉടുത്ത് ഈ റോട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് ഒരു ചെയ്യുന്നുണ്ടോ? അന്നൊക്കെ വീഡിയോ വരുമ്പോഴോ അല്ലെങ്കിൽ പത്രക്കാർ വരുമ്പോൾ ഇവരൊക്കെ അയ്യോ എൻ്റെ വീട്ടുകാരെ അറിയും, എങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് അന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം വീട്ടുകാരും നാട്ടുകാരും ഒന്നും വീഡിയോക്കാരൊന്നും കാണുന്നില്ല. അന്ന് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നമ്മുടെ എറണാകുളം ജില്ലയിലൊരു സംഘടന, പേച്ചാലെന്നും പറഞ്ഞ സംഘടനയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതിലേക്ക് ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോക്കാർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പത്രക്കാർ വരുന്ന സമയത്ത് ഇവരാരും അവരോട് അയ്യോ ഞങ്ങൾ വരില്ല, ഞങ്ങളെ വീട്ടിലറിയും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അതാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പം ഈ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർ. അന്ന് ഞാൻ ഇതിനൊക്കെ ഞാൻ നിന്ന് കൊടുത്തതാണ്. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഡ്രസ്സ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ബസ്സിലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്.